ഹായ് കൂട്ടുകാരെ, എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത് കുമാർ. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസ ജീവിതം എന്ന ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പേർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2024 ഒരു 1150 സ്ക്വയർ ഫീറ്റ് വീട് പണി ചെയ്യുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ഒറ്റയ്ക്ക് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് കോൺട്രാക്ടർ ഇല്ലാതെ സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അപ്പോൾ 2024 മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ ലേബർ കോസ്റ്റും എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. A to Z അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രചോദനമാണ് എന്നെ അടുത്ത വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആർക്കിടെക്റ്റിനെ സമീപിച്ചിട്ട് ഒരു ഡ്രോയിങ് വരയ്ക്കുക. ഡ്രോയിങ് വരയ്ക്കുന്നതിന് എനിക്കായത് 2 രൂപ സ്ക്വയർ ഫീറ്റിന് ആണ്. അപ്പോൾ ഞാൻ 1150 സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഏതാണ്ട് 2300ഓളം രൂപയായി. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർ തന്നെ എല്ലാം വരച്ച് റെഡിയാക്കി തരും. അപ്പോൾ അതല്ല നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതൊക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റിന് 2 രൂപ വെച്ചിട്ടാണ് എല്ലാവരും വരയ്ക്കുന്നത്. അപ്പോൾ ചിലയിടത്ത് ചില മാറ്റങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഞാൻ വരച്ചത് എനിക്ക് സ്ക്വയർ ഫീറ്റ് 2 രൂപ. അപ്പോൾ എനിക്ക് 1150 സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് ഒരു 2300 രൂപയോളം പ്ലാൻ വരയ്ക്കുന്നതിന് വേണ്ടി മാത്രമായി. അപ്പോൾ നമ്മൾ ആർക്കിടെക്റ്റിനെ സമീപിക്കുമ്പോൾ അവർ തന്നെ നമുക്ക് പഞ്ചായത്ത് പെർമിറ്റൊക്കെ എടുത്തു തരാൻ അവരെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പഞ്ചായത്ത് പെർമിറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പൈസയാവും. അത് ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. അത് ഏതാണ്ട് നേരത്തെ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്ലാൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറ്റിയിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അപ്പോൾ കുറ്റിയുടെ തയ്യാറെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസം നോക്കിയിട്ട് കുറച്ച് കുറ്റികളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് മണ്ണിൽ അടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറേ കുറ്റികൾ നമ്മൾ സ്വന്തമായിട്ട് നല്ല ഇതുള്ള കുറ്റികളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, നൂല്, അതുപോലെ തന്നെ കുറച്ച് പൂജാ സാധനങ്ങൾ എല്ലാം നമ്മൾ വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതിൽ ഒരു പ്രത്യേക എക്സ്പെൻസ് അതിൽ കൂടെ ആവും. പിന്നെ അന്ന് ഈ കുറ്റിയിടാൻ വരുന്ന ബന്ധുക്കളൊക്കെ വരുമ്പോൾ അപ്പോൾ അവർക്ക് ആഹാരങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അത് പ്രത്യേക എക്സ്പെൻസ് ആവും. അപ്പോൾ എനിക്കിതെല്ലാം കൂടെ ഒരു 15,700 രൂപയാണ് അന്ന് ആ കുറ്റിയിടൽ ചടങ്ങിനും അതേപോലെ തന്നെ ഹിറ്റാച്ചി എല്ലാം കൂടെ ഉൾപ്പെടെ എനിക്കായത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു മേശിരിയെ നമ്മൾ കണ്ടെത്തണം. അപ്പം മേശിരിയുടെ ഇപ്പോഴത്തെ ചാർജ് ഞാൻ കൊടുത്തത് 1200 രൂപ വെച്ചിട്ടാണ് ഒരു ദിവസം. അപ്പോൾ കുറ്റിയിടുന്ന ദിവസം നമ്മുടെ ഏതാണ് ആ മേശിരിയെ നമ്മൾ കൊണ്ടുവന്ന് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ കുമ്മായം, നൂല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങണം. എന്നിട്ട് നമ്മൾ കുറ്റിയിട്ടതിന് ശേഷം മറ്റേ കുമ്മായം വെച്ചിട്ട് എല്ലാം വരച്ചിട്ട് നമ്മളൊരു ഹിറ്റാച്ചിയെ ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ഹിറ്റാച്ചിക്ക് നിലവിൽ 1000 രൂപയാണ് മണിക്കൂറിനുള്ളത്. ചിലയിടത്ത് 1500 വരാം. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ 1000 രൂപയാണ് എനിക്ക് ആയത്. അതുപോലെ തന്നെ ഹിറ്റാച്ചിക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ബാറ്റ കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെ ഏതാണ്ട് ഒരു 5 മണിക്കൂർ എനിക്ക് വേണ്ടി വന്നു അത്രയും കുഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതാണ്ട് 16ഓളം ഫില്ലറുടെ കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ 5 മണിക്കൂർ വേണ്ടി വന്നു ഹിറ്റാച്ചിയിൽ കുഴി എടുക്കാൻ. അപ്പോൾ അതെല്ലാം കൂടെ എനിക്കൊരു 6500ഓളം രൂപയായി ഹിറ്റാച്ചിക്ക് വേണ്ടി മാത്രം. ഹിറ്റാച്ചി കുഴി എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു നമ്മാട്ടി വെട്ടുകാരനെ നമ്മൾ ഏർപ്പാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് ആ കുഴി നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഹിറ്റാച്ചിയിൽ നമുക്ക് കറക്റ്റ് ലെവലായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കൂടുതൽ ഈ മെറ്റീരിയൽസ് ഒക്കെ ഇറങ്ങും. കുഴി കൂടുതൽ വലുതായി കഴിഞ്ഞാൽ മെറ്റീരിയൽസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എക്സ്പെൻസ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരാളിനെ നിർത്തി അതിനെ കറക്റ്റായിട്ട് അരിഞ്ഞ് എടുക്കണം. അത് ഒരു ദിവസത്തെ വർക്കാവും. അപ്പോൾ അതിന് ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ വന്ന് നിന്ന് വെട്ടി റെഡിയാക്കി. അപ്പോൾ ഞാൻ ഈ ഇടുന്നത് കൃത്യമായിട്ടുള്ള കണക്കാണ്. അതായത് 2024 മാർച്ചിൽ തുടങ്ങിയതാണ്. മാർച്ച് മുതലുള്ള വർക്ക് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ആ സമയത്തുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പം വലിയ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഓരോ ഏരിയയിലും ഓരോ ലേബർ കോസ്റ്റും ഓരോ മെറ്റീരിയൽസ് കോസ്റ്റും എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ എനിക്കായ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചിലപ്പോൾ വീടുകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. നമ്മൾ ഹിറ്റാച്ചി വെച്ച് കുഴിയെല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം പിന്നെ PCC ഇടുന്നതും അങ്ങോട്ടുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ വണക്കം, ബൈ.
you.